എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഫുഡിൻ്റെ റെസിപ്പി അല്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, മണി പ്ലാന്റ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു ന്യൂ സെറ്റപ്പ് ആയിരുന്നു കാട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിരട്ട കൊണ്ട് എങ്ങനെ പ്ലാന്റ്സ്, നമ്മളുടെ 4 മണിപ്പൂ 10 മണിപ്പൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ തൂക്കിയിടാം, ഹാങ് ചെയ്തിടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള പ്ലാന്റ് ഹാങ്ങിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിരട്ട എടുക്കുക. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ കണ്ണുള്ള ചിരട്ടയുടെ ഭാഗം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു തേങ്ങ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോർഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെപ്പോഴും കണ്ണുള്ള പോർഷൻ എടുക്കുക. എന്നാൽ നമുക്ക് അടിയിൽ വെള്ളം പോകാനുള്ള ഹോൾസ് ഇടാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡ്രില്ലൊക്കെ ചെയ്യേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ആ ചെടി ചീഞ്ഞ് പോലെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കോക്കനട്ട് ഷെൽ എടുത്തിട്ട് അതൊരു കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു നാരുകളൊക്കെ കളയുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ചിരട്ടയും നാരുകൾ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ നാരുകൾ കളഞ്ഞതിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു 3 കണ്ണുണ്ടായിരിക്കുമല്ലോ ഒരു തേങ്ങക്ക്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോൾസ് ആയിട്ടുണ്ടാവും. അപ്പോൾ പുതിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ആക്കി കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ നാരുകൾ കളഞ്ഞിട്ടുള്ള ചിരട്ടയുടെ മുകളിൽ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ ചിരട്ട പുറത്തൊക്കെ തൂക്കിയിടുകയാണെന്ന് വെച്ചാൽ, മഴയൊക്കെ കൊള്ളുകയെന്ന് വെച്ചാൽ നമ്മൾ പോവാത്ത രീതിയിലുള്ള പെയിൻ്റ് അടിക്കുക. അപ്പോൾ അകത്തൊക്കെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് അകത്തൊക്കെ തൂക്കിയിടാനാണെങ്കിൽ നമ്മൾ ആക്രിലിക് പെയിൻ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ മഴ കൊള്ളാത്ത ഭാഗത്ത് ആണെങ്കിൽ നമ്മൾ ആക്രിലിക് പെയിൻറ്റ്, മഴ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ മറ്റുള്ള നമ്മൾ ചുമരിലടിക്കുന്ന പെയിൻറ്റ് അല്ലെങ്കിൽ നിലത്തൊക്കെ ടൈലിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ പെയിൻറ്റുകൾ എടുക്കുക, പോവാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് റെഡ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു കളർ പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എല്ലാ ചിരട്ടയുടെ മുകളിലും പുറം ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് അകം ഭാഗത്തും അടിച്ചു കൊടുക്കാം. ഇവിടെ ഞങ്ങൾ പുറത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് കിട്ടാൻ അവൈലബിൾ അല്ലാന്ന് വെച്ചാൽ ജസ്റ്റ് ഇതേപോലെ തന്നെ കോക്കനട്ട് ഷെൽ എടുത്താൽ മതിയാവും. പെയിൻറ്റ് എടുക്കേണ്ട ഒരാവശ്യമല്ല. നമ്മൾ തേങ്ങയുടെ ചിരട്ട കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ, ഒരു നാച്ചുറൽ ഒരു വുഡൻ കളറാണ്. അപ്പോൾ പെയിൻറ്റ് ഉള്ളവർ മാത്രം പെയിൻറ്റ് അടിച്ചാൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കണം. അപ്പോൾ ഒരു ദിവസം വെയിലത്ത് വെക്കുകയായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ചിരട്ട കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ദെൻ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ദെൻ നമ്മളുടെ ചിരട്ടയുടെ മുകളിലായിട്ട് ഈ രീതിയിൽ കെട്ടി കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രില്ല് ചെയ്തിട്ട് സൈഡിൽ ഹോൾസ് ഇട്ട് കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ഇത് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറ്റുന്ന ഒരു രീതിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചിരട് നമ്മൾ സൂക്ഷിച്ചിട്ട് സെൻറ്റർ പോർഷനിൽ തന്നെ ആയിട്ട് കെട്ടി കൊടുക്കാം, എന്നാൽ മാത്രമേ അത് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെ ഡാർക്ക് ചരട് യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ മീനൊക്കെ പിടിക്കുന്ന ഒരു ചരടുണ്ടല്ലോ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ, അത് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ കാണില്ല അത് തീരെ. അപ്പോൾ അതിങ്ങനെ കറങ്ങുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഹാങ് ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മളുടെ ചരട് കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിരട്ട കൂടി നമ്മൾ ഇതേപോലെ കെട്ടി കൊടുക്കുക. എക്സസൈസ് വരുന്ന ആ ഒരു ബാക്കിയുള്ള ചരടുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചിരട്ടയുടെ മുകളിൽ നിന്ന് നമ്മളുടെ ആ ഒരു ടോപ്പിലേക്കുള്ള ആ ഒരു മൂടി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് തൂക്കാനുള്ള കയറ് കണ്ട ഇതേപോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സൈസിൽ മുറിച്ചെടുക്കുക കയറ്. ഇപ്പോൾ ഞങ്ങളിവിടെ നമ്മൾ അയലൊക്കെ കെട്ടുന്ന പോലത്തെ പ്ലാസ്റ്റിക് കയറുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കയറിൻ്റെ ഒരെണ്ട് നമ്മൾ ഈ ചിരട്ടയുടെ മുകളിലുള്ള ചിരടിലും ഒരെണ്ട് നമ്മളുടെ മൂടിയിലുമാണ് കെട്ടാൻ പോണത്. മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാങ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇത്, അല്ലെങ്കിൽ നമുക്ക് ടിക്ടോക്കിലൊക്കെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഫാൻ ഉണ്ടല്ലോ, ടേബിൾ ഫാനിൻ്റെ മൂടിയുമ്മലാണ് അവരിത് തൂക്കിയിടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ചിരട്ടയിൽ മണ്ണ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ചിരട്ടയും കയറും കെട്ടി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മണ്ണും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ കാണുന്ന മൂടിയാണ് നമ്മളുടെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂടി എന്ന് പറയുന്നത് പെയിൻറ് ഡപ്പ ഉണ്ടല്ലോ, വലിയ പെയിൻറ് ഡപ്പ, അപ്പോൾ അതിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 12 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പപ്പടക്കോല് യൂസ് ചെയ്തിട്ട് തീയിൽ കാട്ടിയിട്ടാണ് ഈ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയറ് അതിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടി കൊടുക്കുക എല്ലാ കയറും മൂടിയുടെ മുകളിൽ. ഒരെണ്ട് നമ്മൾ മൂടിയുടെ മുകളിൽ, ഒരെണ്ട് നമ്മൾ ചിരട്ടയിലാണ് കേട്ടോ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പെയിൻറ് ഡപ്പയുടെ മൂടി ഓൾറെഡി ഹാങ് ചെയ്ത ശേഷം അതിൻ്റെ എൻഡിൽ കെട്ടി കൊടുത്താൽ മതിയാവും. നമ്മൾ ചെടി വെച്ചിട്ട് ചിരട്ട, അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ചിരട്ട എന്ന് പറയുമ്പോൾ കുഞ്ഞിതാണല്ലോ, അപ്പം നമ്മളതിൽ 4 മണിപ്പൂക്കളാണ് കേട്ടോ അതിൻ്റെ ചെടിയാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഹാങ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ടൈപ്പ് ചെടികൾ നട്ട് കൊടുക്കാനും പറ്റും. ദെൻ അത് നമ്മൾ ഇതുപോലെ ഒരു കുപ്പിക്ക് ഹോൾസ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഡെയിലി. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ കുത്തനെ അത് അതിലൂടെ ആ ഹോൾസിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചകിരി അടിയിലിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ കുറേ അധികം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് കളർ കയറുകൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നുമില്ല. വീട്ടിലുള്ള നമ്മളുടെ ചിരട്ട, അതുപോലെ തന്നെ വീട്ടിലുള്ള കയറും പിന്നെ ചെടികൾ, മണ്ണ്, അതൊക്കെ തന്നെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഇതേപോലെയുള്ള കുറേ വീഡിയോസൊക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ താങ്ക് യു.